ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, നോമ്പിൻ്റെ അവസാനത്തേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ? ഇന്ന് ഈ ഞായറാഴ്ച ഓശാന ഞായറാണ്. കർത്താവ് എല്ലാവരുടെ മുൻപിലും വളരെ സന്തോഷവാനായി ആർത്തുല്ലസിപ്പിച്ച് കർത്താവിനെ എല്ലാവരും ആർത്തുല്ലസിപ്പിച്ച് കൊണ്ടുപോയി. നമ്മുടെ ജീവിതങ്ങളിലും ഇത്തരത്തിലുള്ള ഓശാനകൾ ഉണ്ടായേക്കാം. ഈ ഓശാനകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കടന്നു പോകുന്നത് ലോകത്തോട് നമ്മൾ വളരെ വിശ്വസിച്ച്, ലോകത്തിലുള്ള മക്കളെ വിശ്വസിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ പിന്നീട് നമ്മൾ അവർ കൊണ്ടെത്തിക്കുന്നത് ഗത്സമേനിലാണ്. എല്ലാവരും ആരും ഒറ്റപ്പെട്ട് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ അല്ലേ? ഈ അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാകും എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഇത് സംഭവിക്കുന്നതിന് മുന്നമേ ബൈബിളിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം ചേച്ചി ഒന്ന് വായിക്കാം. എൻ്റെ മക്കളൊന്ന് കേട്ടോളൂ. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ, അപ്പോൾ അതിക്ക് മുന്നേ പറയാണ്, യേശു 2 ദിവസം കഴിഞ്ഞ് പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കയ്യഫാസ് എന്നു പേരായ പ്രധാന ആചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു. അവർ പറഞ്ഞു, തിരുനാൾ ദിവസം വേണ്ട, ജനങ്ങൾ ബഹളുണ്ടാക്കും. അപ്പൊ കർത്താവിനെ കൊല്ലാൻ വേണ്ടി അവര് ആസൂത്രണം ചെയ്യാണ്. കർത്താവിനും അതറിയാമായിരുന്നു. അതിനുശേഷം യേശു ബഥാനിയായിൽ ഇതൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ കർത്താവ് ഇനി മരിക്കാനായിട്ട് 2-3 ദിവസമേ ഉള്ളൂ. അതിക്ക് മുന്നമേ ദൈവം ചെയ്യുന്ന പണിയാണ്. എന്ത് ചെയ്തു? യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ പോവാണ്, വിരുന്നിന് പോവാണ്. വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽപാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അപ്പോൾ ഈ സ്ത്രീ വന്നതും അതെന്തിനാ ഈ പാഴ്ചെലവ് എന്നൊക്കെ അവർ ചോദിക്കുന്നെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ ദിവസം പോയത് ഈ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിലേക്കാണ്. കർത്താവ് തീവ്ര വേദന അനുഭവിച്ച് കുരിശിൽ തറച്ച് മരിക്കപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ, ഒരു കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് യഹൂദന്മാരുടെ ആ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള അർഹതയില്ല. അവൻ ഞാൻ അശുദ്ധനാണ്, അതല്ലേ ഇവരുടെ പുസ്തകം 13 നമ്മൾ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞ് വായി മൂടിക്കെട്ടിയിട്ട് വേണം അവന് ആളുകളുടെ മധ്യത്തിലൂടെ അഥവാ കടന്നു പോകണമെങ്കിൽ. അല്ലാതെ ഒരിക്കലും മനുഷ്യന്റെ മുൻപിലൂടെ കടന്നു പോകാനുള്ള ഒരർഹത കുഷ്ഠരോഗികൾക്കില്ലായിരുന്നു. അന്ന് കാലം അങ്ങനെയായിരുന്നു. യഹൂദരുടെ കൽപ്പന, പ്രൈസ് ദി ലോർഡ്, അവരുടെ നിയമമായിരുന്നു അത്. അപ്പോൾ യേശു ആരൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ച് ആർക്കും വേണ്ടാതെ ഒറ്റപ്പെട്ട് തകർക്കപ്പെട്ട് കഴിഞ്ഞ വ്യക്തികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ സന്നിധിയിലേക്കാണ് കർത്താവ് കടന്നു ചെന്നിരിക്കുന്നത്. ചെന്ന് ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ സഹായിക്കാൻ, നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട്. എനിക്ക് നിന്നെ വേണം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്ന് പറഞ്ഞ് ഓരോ വ്യക്തികളുടെ അടുത്തേക്കും കർത്താവ് കടന്നു ചെല്ലുകയായിരുന്നു. ആ രക്തസ്രാവക്കാരി സ്ത്രീ ഓരോരുത്തരും, ആ 38 വർഷമായിട്ട് തളർവാദ രോഗിയായിട്ട് കുളക്കടവിൽ കിടന്ന മനുഷ്യൻ, അന്ധര്, ബധിരന്, മൂകര്, ഓരോ മക്കളും ആർക്കും വേണ്ടാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കെടുക്കുന്ന മക്കളുടെ അരികിലേക്കാണ് കർത്താവ് കടന്നു ചെല്ലുന്നത്. ഞാനുണ്ട് നിന്നോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മക്കളെ, കണ്ടു, ഈ കുഷ്ഠരോഗിയുടെ വീട്ടിലേക്ക് മരണത്തിന് 2-3 ദിവസം മുന്നമേ കർത്താവ് ഭക്ഷണത്തിന് കടന്നു ചെല്ലുക, വിരുന്നിന് ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരും ആർക്കും വേണ്ടാതെ നിന്ന അവനെ കർത്താവ് കൊണ്ട് എനിക്ക് നിന്നെ വേണമെന്ന്. അതുമാത്രമല്ല, അവൻ്റെ കൂടെ കർത്താവ് അവൻ്റെ കുടുംബക്കാര് വിളമ്പിയ ഭക്ഷണം കർത്താവ് ഒന്ന് അവിടെ നിന്ന് കഴിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് വായിച്ച് കേട്ട് കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി അത് വായിച്ചിട്ട്. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം, ഈശോ എന്താണ് ഓരോ വ്യക്തികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഞാൻ സ്നേഹമാണെന്ന് ഈശോ ആവർത്തിച്ച് പറയല്ലേ എന്ന് തോന്നിപ്പോയി. പ്രൈസ് ദി ലോർഡ്.
പ്രിയമുള്ള മക്കളെ, ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ എന്താ പറയുക, വാളമനാലച്ഛനില്ലേ, ഡൊമിനിക് വാളമനാലച്ഛൻ, അണക്കര അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാൻ അവസരം ഉണ്ടായി. നിങ്ങൾ എത്ര പേരത് കേട്ടു എന്ന് നമുക്കറിയില്ല. അതിനകത്ത് അച്ഛൻ പറയുന്നൊരു പോയിന്റാണ് എന്ന് വെച്ചാൽ, അച്ഛൻ്റെ അടുത്തേക്ക് ചാത്താൻ സാവയ്ക്ക്, അതായത് ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയും അവളുടെ അപ്പനും അമ്മയും കൂടി അച്ഛനെ കാണാൻ വേണ്ടി ചെന്നു അത്രേ. അപ്പൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എന്ന്. എൻ്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞ് കേണപേക്ഷിക്കുകയായിരുന്നു എന്ന്. അച്ഛൻ വിചാരിച്ചു, ഓക്കെ, എനിക്കാവുന്ന രീതിയിൽ ചെയ്തു നോക്കാമെന്ന്. അച്ഛന് പറ്റുന്ന രീതി മുഴുവൻ അച്ഛൻ നോക്കി. ഒരു വൈദികനായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കാര്യമൊക്കെ പറയണോ? അതും തിളച്ച് നിൽക്കുന്ന ഒരു വൈദികൻ, തികഞ്ഞ വൈദികൻ. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കുക. സുവിശേഷം പറയുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരെങ്കിലുമൊക്കെ നമ്മുടെ അരികിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയും ചെയ്യുന്ന അങ്ങനെ ശുശ്രൂഷകരായിരിക്കുന്ന മക്കളുണ്ടല്ലോ, ശുശ്രൂഷകർ, പ്രത്യേകിച്ച് വൈദികരും അങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. എന്നാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളായിട്ട് എൻ്റെ അരികിലേക്ക് ഇങ്ങനെ ആളുകൾ വരുമായിരുന്നല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ, എന്നെ അവർ കാണാൻ വരുന്നത് യേശുവിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച്, യേശുവിനെ കണ്ടതുകൊണ്ടാണല്ലോ അവരെൻ്റെ അടുത്ത് വരുന്നത്. എന്നിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് അവരെന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നതും എൻ്റെ അരികിലേക്ക് വരുന്നതും. ഞാൻ എത്ര വിശുദ്ധയായിരിക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മനസ്സിൽ എത്രയോ ആഴത്തിലുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അത് 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് പോലെ ഓരോ നോമ്പുകളുമാണ് എന്നെ വെട്ടിയൊരുക്കി വെള്ളാറം കല്ലുകളാക്കിയത്. ഓരോ നോമ്പും എനിക്ക് ഓരോ പരീക്ഷണ കാലഘട്ടമായിരുന്നു. ചിലപ്പോൾ രോഗങ്ങൾ, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തു നിന്നുള്ള നിന്ദനങ്ങൾ, അല്ലെങ്കിൽ മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ മക്കൾക്ക്, അങ്ങനെ എന്നും ഓരോ നോമ്പെന്ന് മാത്രമല്ല മിക്കവാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ സഹനത്തെക്കുറിച്ച് പറയുന്നത്. ഈ ലോകം നിങ്ങൾക്കുള്ളതല്ല. ലോകം പിശാചിന്റെ കയ്യിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് അവസാന കാലഘട്ടമാണ്. അതുകൊണ്ട് എത്രത്തോളം പ്രാർത്ഥിച്ച്, അത്രമാത്രം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നീതിയും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മുൻപോട്ട് പോകാതെ ഈ ഓട്ടം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല മക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലങ്ങളിൽ ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തോടൊത്ത് ദൈവത്തെ പോലെയാകാൻ ശ്രമിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വീണ്ടും നമുക്ക് ഡൊമിനിക് അച്ഛനിലേക്ക് വരാം. അച്ഛൻ്റെ അരികിലേക്ക് കടന്നു വന്ന് എൻ്റെ മകൾ ഇങ്ങനെ ബ്ലാക്ക് മാസിന് പോയിരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തമാശ രൂപേണ കണ്ടുകൊണ്ട് അവളോട് പറഞ്ഞു അത്രേ, നിനക്ക് ഈ ഓസ്തി വേണമെങ്കിൽ കടകളിൽ വാങ്ങാൻ കിട്ടൂലോ, എത്രയോ സ്ഥലങ്ങൾ ഇത് വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്ന്. അപ്പോൾ അവള് പറഞ്ഞുന്ന്, വാഴ്ത്തിയ ഓസ്തിയും വാഴ്ത്താത്ത ഓസ്തിയും ഞങ്ങൾക്ക് തിരിച്ചറിയാച്ച, ഒറ്റ നോട്ടത്തിൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറയുകയാണ്, ഓരോ വ്യക്തിയും ഇപ്പം എവിടെയാണ്, അവരെന്താണ്, ആരാണ് പ്രാർത്ഥിക്കുന്നത്, ആരാണ് യേശുവിനോട് ഒത്തു കടന്നു പോകുന്നത്? ഇത് ഈ പിശാചുക്കൾക്ക് അവരുടെ ഡയറിയിൽ ഇത് ഓരോ ദിവസം അവർ കുറിച്ച് വെച്ച് അവർക്ക് ഓരോരുത്തരെ കുറിച്ചും വളരെ മനോഹരമായിട്ട് അറിയാം അത്രേ. അത്തരം വ്യക്തികളുടെ അടുക്കിലേക്കാണ് ഇവരുടെ ഭൂതഗണങ്ങളെ അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവരെയാണ് പരീക്ഷണത്തിന് വിധേയരാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ കുട്ടി ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛന് പറ്റാവുന്ന രീതി മുഴുവൻ നോക്കിയിട്ടും ഇത് ശരിയാകില്ല എന്ന് കണ്ടപ്പോൾ അച്ഛൻ ഈ കുട്ടിയുടെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞോന്ന്, വേറൊരു വൈദികനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ വൈദികൻ പറഞ്ഞു, അത് വിട്ട് കളഞ്ഞേക്ക്, അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്ന്. അപ്പോൾ അച്ഛൻ, ഞാനിവിടെ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ പൊക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മാറി നിന്നോന്ന്. ഈ വ്യക്തി, ഈ അപ്പൻ കരഞ്ഞ് വീണ്ടും അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഈ വർഗം പുറത്തു പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു 3 ദിവസം ഉപവസിച്ചിട്ടിരിക്കുക അച്ഛാ, അച്ഛന് ഒന്നും കൂടെ എൻ്റെ മകളെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്താൻ പറ്റുമോ നോക്കിയൊക്കെ. അപ്പം അച്ഛൻ പറഞ്ഞു, അതിന് ഞാനിവിടെ ഉണ്ടാവില്ലേ. അച്ഛൻ പറയാം, ഞാൻ അവരൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്ന്. എന്നിട്ട്
മൂന്നാമത്തെ ദിവസമായിപ്പം അച്ഛൻ എവിടെയോ പോയി വന്ന് അച്ഛൻ്റെ വണ്ടി ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അതിനുശേഷം അച്ഛൻ്റെ റൂമിലേക്ക് കടന്നുപോയി. അച്ഛൻ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഒരു 6 മണിയായപ്പോൾ അച്ഛൻ പുലർച്ചെ എങ്ങാണ്ടായപ്പോഴെത്തിയെന്ന് തോന്നണോ. അച്ഛൻ എഴുന്നേറ്റ് അച്ഛൻ്റെ വാതിൽക്ക് ഒരു മുട്ട് കേട്ടിട്ടാണ് അച്ഛൻ എഴുന്നേറ്റത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഈ പെൺകുട്ടി മുൻപിൽ നിൽക്കുന്നു. അവിടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അവളുടെ വായയിൽ കുർബാനയുണ്ട്. അവള് അച്ഛൻ വാതിൽ തുറന്നതും ഈ ഓസ്തി അച്ഛൻ്റെ മുഖത്തേക്ക് തുപ്പാൻ നോക്കണം അവള്. അച്ഛൻ ഉടനെ അവളുടെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു. അവിടെ നിൽക്കുന്ന പ്രേക്ഷിതരെ വിളിച്ചു അച്ഛൻ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവളോട് പറഞ്ഞു, നീ ഇതിലേക്ക് തുപ്പ്, എൻ്റെ മുഖത്തേക്ക് തുപ്പണ്ട, ഇതിലേക്ക് തുപ്പാൻ. അത് കളയണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ പറയണത്, നീ ഇതിലേക്ക് തുപ്പാൻ പറഞ്ഞു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു വൈദികൻ്റെ അടുത്തേക്ക് പിശാജ് വന്ന വരവാണ്. അപ്പം പിശാജിൻ്റെ ശക്തിയും കഴിവും എന്താണെന്ന് എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുമോ. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അങ്ങോട്ട് മുട്ടും തിരിന്ന് പ്രാർത്ഥിച്ചിട്ട് യേശുവേന്ന് ഉറക്കെ വിളിച്ചു അത്രേ. ആ വിളിച്ചപ്പോൾ യേശു ഉടനെ വെളിപ്പാട് കൊടുത്തു അച്ഛന്, എൻ്റെ അമ്മയെ വിളിച്ചോളെ. അച്ഛൻ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയെന്ന് അച്ഛൻ പറയണു. പരിശുദ്ധ അമ്മയെ വിളിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഫുള്ളായിട്ടും നന്മ നിറഞ്ഞ മറിയം പറയണ്. അച്ഛൻ്റെ യാത്രയുടെ താളമാണത്രേ നന്മ നിറഞ്ഞ മറിയം. അച്ഛൻ പറയണു, പലപ്പോഴും എനിക്ക് ഒതുക്കാൻ പറ്റാത്ത പല കേസുകളും നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പരിശുദ്ധ അമ്മേനെ വിളിച്ചിട്ട് ഒഴിച്ചു കളഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ അച്ഛൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ അങ്ങോട്ട് ജപമാല ഒരു 2-3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയതും ഈ പെൺകുട്ടി താഴെ വീണ് അവിടെ കിടന്ന് ഉരുണ്ട് പാമ്പഴയും പോലെ ഇഴഞ്ഞ് അവളുടെ തല പോയി ചുമരിൽ പോയിട്ട് ഇടിച്ചു അത്രേ. അങ്ങനെ അവൾ ശാന്തമായി. അവൾ അവിടെ കുഴഞ്ഞു വീണു. അവളുടെ മേലിൽ നിന്ന് ഈ സാത്താൻ ഇറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ കുട്ടി ഇന്ന് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മകളായി ആ കുടുംബം സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നു അത്രേ. പൊന്നുമക്കളെ, ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. കാരണം നോമ്പുകാലമല്ലേ. 3 പ്രാവശ്യമായി എൻ്റെ പോർച്ചിൽ പാമ്പ് വരിക ഈ നോമ്പിൽ. അപ്പം ഞാൻ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ ഇതിനെ കാണുകയാണ് ഞാൻ. വാതിൽ തുറന്നാൽ ഉടനെ ഇതാ. അത് വാതിൽ എന്ന് വെച്ചാൽ നെറ്റിൻ്റെ വാതിലുണ്ടല്ലോ, മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നെറ്റിൻ്റെ വാതിലുണ്ട് അതിൻ്റെ പുറത്ത്. അപ്പോൾ ഒരു തുറക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാകുമല്ലോ. ഈ ശബ്ദം കേട്ടാൽ ഇത് അവിടെ കിടന്ന് ഇഴയും. അങ്ങനെ കിടന്നങ്ങനെ ചുറ്റിക്കറങ്ങും അത് അവിടെ കിടന്ന്. ഉടനെ ഞാൻ ഫോൺ എടുത്തിട്ട് എൻ്റെ അനുജനെ വിളിക്കും. അവൻ ഓടി വന്ന് അവിടെ അതിനു വേണ്ടി ഒരു വടി വെട്ടി വെച്ചിരിക്കുക. 3 പ്രാവശ്യമായി അതിനെ അടിച്ചു കൊല്ലുമായിരുന്നു. 3 പാമ്പിനെ അടിച്ചു കൊന്നു. പ്രൈസ് ദി ലോർഡ്. നോമ്പിൽ സാത്താൻ വരണ വരമാണ് ഈ കാണുന്നത്. അപ്പം എനിക്കത് മനസ്സിലായി. അനേക മക്കൾക്ക് വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ചുരുങ്ങിയത് 10-15 ജപമാല ഞാൻ ചൊല്ലുന്നു. കരുണക്കൊന്ത, രക്തക്കണ്ണീരിൻ്റെ ജപമാല, ബൈബിൾ പ്രഘോഷിക്കാൻ വേണ്ടി പഠനം വേറെ. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിച്ചു പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം എനിക്ക് ഇത്ര പ്രായമായി. ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം എത്ര ആത്മാക്കളെ പിടിക്കാമോ അത്ര ആത്മാക്കളെ പിടിക്കണം എന്ന് കണ്ടപ്പോൾ സാത്താൻ എന്നെ പരീക്ഷിക്കാൻ വരുന്ന വരവാ. അപ്പം ഞാൻ എപ്പോഴും ലൂക്ക 10:19 പറയും, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെയും മേലെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഞാൻ ആവർത്തിച്ച് പറയും. റോമ 16:20 പറയും, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ എങ്ങനെ സാത്താൻ അഴിഞ്ഞാടും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം അത്രമാത്രം വിശുദ്ധിയിലും അത്രമാത്രം നോമ്പിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ, ആമേൻ.